ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമുക്ക് മൂന്നവസ്ഥകളുണ്ട്: ജാഗ്രത, സ്വപ്നം, സുഷുപ്തി. ഈ മൂന്നവസ്ഥകളിൽ കൂടിയാണ് നാം വ്യവഹരിക്കുന്നത്. ഈ ലോകത്തിൽ ഈ ശരീരമെടുത്ത് ജീവിക്കുമ്പോൾ ഈ മൂന്നവസ്ഥകളെക്കുറിച്ച് മാത്രമേ നമുക്കറിയുകയുള്ളൂ. ജാഗ്രത എന്നാൽ ഉണർന്നിരിക്കുന്ന ഈ അവസ്ഥ. സ്വപ്നം എന്നാൽ സൂക്ഷ്മ ശരീരത്തെ ഞാനാണ് എന്ന് അഭിമാനിക്കുന്ന സമയം. സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ലയിച്ചില്ലാതാവുന്നത് ഏതൊന്നിലാണോ അതാണ് സുഷുപ്തി. ഈ മൂന്നവസ്ഥയെക്കുറിച്ച് മാത്രം അറിയുന്നു ഒരു ജീവൻ. ഇവിടെ പറയുന്നത് കേൾക്കൂ. ജാഗരാദികളിൽ തൈജസ പ്രാജ്ഞരൂപമായി ക്രീഡിക്കുന്നൊരു നീ സർവ സാക്ഷിയാം ബ്രഹ്മമാണു കേൾ. നാം ആരാണ് എന്നാണ് ഇവിടെ വിവരിക്കുന്നത്. ജാഗരാദികളിൽ, ജാഗരാദി എന്ന് പറഞ്ഞാൽ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നിലും ജാഗ്രത അവസ്ഥയിൽ ഞാൻ എന്ന് പറയുന്ന ഈ സ്ഥൂല ശരീരത്തെ ഞാനാണ്, ഈ ദൃശ്യപ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു ഞാൻ, അതിൽ സുഖദുഃഖാദികൾ അനുഭവിക്കുന്നു, അങ്ങനെയുള്ള ഒരു ഞാൻ. ആ ഞാനിനെ വിശ്വൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ ജീവനുള്ള പേരാണ്, ജാഗ്രത അവസ്ഥയിലുള്ള ആ ജീവന്റെ പേരാണ് വിശ്വൻ. വിശ്വത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഞാൻ, അതാണ് വിശ്വൻ. ജാഗ്രത അവസ്ഥയിലെ ജീവനുള്ള പേരാണ് വിശ്വൻ. ഇനി നാം ജാഗ്രതയിൽ നിന്നും സൂക്ഷ്മ ശരീരത്തിലേക്ക് ഉൾവലിഞ്ഞ് സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്നുവോ അതിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് സ്വപ്നം കാണുന്നത്. ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ജീവൻ, ആ ജീവനുള്ള പേര് തൈജസൻ എന്നാണ്. അതും കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് ജാഗ്രത അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് സ്വപ്നം കണ്ടതായിട്ട് നമുക്ക് ഓർമ്മ വരിക. എന്നും നമ്മൾ സ്വപ്നം കാണുന്നില്ല എന്ന് പറഞ്ഞാലും എന്നും സ്വപ്നമണ്ഡലത്തിലൂടെ നാം സുഷുപ്തിയിലേക്ക് പോകുന്നുണ്ട്. സുഷുപ്തി എന്ന ആ ഒന്നും അറിയാത്ത ആ ഒരവസ്ഥയിലേക്ക് നാം മയങ്ങുന്നു. അവിടെ ഞാനില്ല, ലോകമില്ല, ബന്ധങ്ങളില്ല, ബന്ധുക്കളില്ല, ശത്രുക്കളില്ല, വേണ്ടവരില്ല, വേണ്ടാത്തവരില്ല, വിശപ്പില്ല, വേദനയില്ല, ദുഃഖമില്ല, ശരീരമില്ല, ഞാൻ ഇല്ല. എന്നെക്കുറിച്ചും അറിയാത്ത ഒരവസ്ഥ. ഈ ജാഗ്രത അവസ്ഥയിൽ എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നാം പഠിച്ചു വച്ചിരിക്കുന്നു. ഇതൊന്നുമില്ല. സ്വപ്നാവസ്ഥയിലും ഉണ്ട്, അതവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചത് മാത്രമാണ്. ജാഗ്രത അവസ്ഥയിൽ നമുക്ക് ചില സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെയൊക്കെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കഴിയും. ചിലതൊക്കെ വേണ്ടെന്ന് വെക്കാനും ചിലതൊക്കെ വേണമെന്ന് വെക്കാനും ജാഗ്രത അവസ്ഥയിൽ കഴിയും. സ്വപ്നാവസ്ഥയിൽ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചത് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അവിടെ മാറ്റിമറിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ശുദ്ധീകരിക്കേണ്ട സമയം ജാഗ്രത അവസ്ഥയാണ്. അതാണ് ഏറ്റവും കൂടുതൽ സമയം. ഒരു ദിവസം 24 മണിക്കൂറിൽ കൂടുതൽ സമയവും ജാഗ്രത അവസ്ഥയിലേക്ക് പോകുന്നത്, ജാഗ്രത അവസ്ഥയിൽ വർത്തിക്കുന്നത്. സ്വപ്നാവസ്ഥ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. സുഷുപ്തി ആവട്ടെ നമുക്ക് ഒരു 6 മണിക്കൂർ നേരവും, 6, 7, 8, ചിലർ 8 മണിക്കൂർ. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ അധികവും സുഷുപ്തിയായിരിക്കും, ഉറക്കത്തിലേക്ക് പോകുന്നു. ഉണർവ് അവർക്ക് വളരെ കുറച്ചേ ഉള്ളൂ. ഉണരുന്ന സമയത്താണ് വിഷയങ്ങളെ ഗ്രഹിക്കുന്നതും അറിയുന്നതും അതിൽ സുഖിക്കുന്നതും ദുഃഖിക്കുന്നതും എല്ലാം തന്നെ. അത് കൂടിക്കൂടി വരുമ്പോൾ ഈ സുഷുപ്തി കുറഞ്ഞു വരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കുട്ടിപ്രായം കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞുമ്പോൾ ധാരാളം വിഷയങ്ങൾ നമ്മുടെ ബോധമണ്ഡലത്തിൽ സംഭരിക്കുമ്പോൾ നമുക്ക് ഉറക്കം കുറഞ്ഞു വരുന്നു, ഉണർവ് സമയം കൂടി വരുന്നു.
ഉണർവ് എത്ര കണ്ട് കൂടുന്നുവോ അത്ര കണ്ട് ചിന്തകൾ കൂടുന്നു. ചിന്തകൾ കൂടുമ്പോൾ വികാരങ്ങൾ ഉണ്ടാവുന്നു. അത് കഴിഞ്ഞാൽ വാക്ക് വരുന്നു, പ്രവൃത്തികൾ വരുന്നു. ഇതെല്ലാം ഉള്ളപ്പോൾ സുഷുപ്തി അവസ്ഥ കുറഞ്ഞും വരുന്നു. ഏകദേശം ഒരു വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തിക്കഴിയുമ്പോഴോ ഈ ജാഗ്രത അവസ്ഥയിലുള്ള ചിന്തകളൊക്കെ വർദ്ധിച്ച് കലഹങ്ങളും കാമം ക്രോധവും മതവും മത്സര്യാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ചിന്താബാഹുല്യം കൊണ്ട് നിദ്രയേ വരില്ല. ഒന്നുറങ്ങിക്കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് കണ്ണടച്ച് കിടന്നാലും ഉറക്കം വരണ്ടേ? ചിന്തകളായിരിക്കും അപ്പോൾ കുത്തി തള്ളിത്തിരക്കി കയറി വരുന്നത്. അവ സുഷുപ്തിയുടെ അളവ് കുറഞ്ഞു വരുന്നു. എന്നാൽ വാർദ്ധക്യത്തിലും സുഷുപ്തി നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം. ശാന്തമായൊരു മനുഷ്യൻ്റെ സുഷുപ്തി സമാധിക്ക് സമാനമാണ്. അങ്ങനെ ജാഗ്രത, സ്വപ്ന, സുഷുപ്തി എന്ന 3 അവസ്ഥകളിൽ 3 ജീവന്മാരെ, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. വിശ്വൻ എന്നത് ജാഗ്രതത്തിൽ, തൈജസൻ എന്നത് സ്വപ്നാവസ്ഥയിൽ, സുഷുപ്തിയിലാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. ഇപ്രകാരം 3 തരത്തിൽ ജീവൻ വിഹരിക്കുന്നു. വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. ഇത് 3നും സാക്ഷിയായിരിക്കുന്ന പരമസത്യം ഏതോ അതാണ് നീ എന്നാണ് നമ്മോട് പറയുന്നത്. അതാണ് തത്വമസി എന്ന് പറയുന്നത്. ഈ വിശ്വനും തൈജസനും പ്രാജ്ഞനും സാക്ഷിയായി വർത്തിക്കുന്ന ബ്രഹ്മം തന്നെയാണ്. ഇതിനൊക്കെ സാക്ഷിയായിരിക്കുന്ന ബ്രഹ്മമാണ് നീ എന്ന് മനസ്സിലാക്കൂ എന്നാണ്. ജാഗരാദികളിൽ വിശ്വ തൈജസ പ്രാജ്ഞരൂപമായി ക്രീഡിക്കുന്നൊരു നീ സർവ സാക്ഷിയാം ബ്രഹ്മമാണു കേൾ. നമ്മളോടാണ് പറയുന്നത്, നീയേ ഇതിനോടെല്ലാം സ്വപ്ന സുഷുപ്തികളിലൂടെ വിഹരിക്കുന്ന വിശ്വ തൈജസ പ്രാജ്ഞാദികളിലൂടെ വിഹരിച്ചു കൊണ്ടിരിക്കുന്ന ആ ശക്തിവിശേഷം സാക്ഷിയാം ക്രീഡിക്കുന്നൊരു നീ സർവ സാക്ഷിയാം ബ്രഹ്മമാണ് കേൾ. ഇതിനെല്ലാം സാക്ഷിയായിരിക്കുന്ന ആ ബ്രഹ്മമാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഓരോരുത്തരും അതാണ്. ഒരാൾ മാത്രമല്ല, സർവചരാചരങ്ങളും ഇച്ചയും പൂച്ചയും നായയും ആനയും കൊതുകും എല്ലാം അത് തന്നെയാണ്. പക്ഷേ അത് ഞാനാണെന്ന് ബോധിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. മറ്റ് ജീവജാലങ്ങൾക്ക് അതിന് സാധ്യമല്ല. കാരണം അത്തരം സംവിധാനങ്ങളോട് കൂടിയാണ് ഈ ശരീരത്തിൻ്റെ സൃഷ്ടി. അത്തരം ഉപകരണങ്ങൾ ഇതിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നു. ആ പരമാത്മ ചൈതന്യത്തെ അറിയാനുള്ള ഉപകരണം ഇതിനകത്ത് മാത്രമേ ഉള്ളൂ, മർത്യദേഹത്തിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സൃഷ്ടിയിൽ ഏറ്റവും ഉത്കൃഷ്ടം മനുഷ്യനാണ് എന്ന് പറയുന്നത്. അത്രയും കോടികൾ വിലമതിക്കുന്ന നമ്മുടെ ഉപകരണം 206 കോടി രൂപയുടെ സാധനങ്ങളാണ് ഈ ശരീരത്തിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത്. അതിൽ ഓട്ടോമാറ്റിക്കായി പ്രവർത്തിക്കുന്നു. നമ്മൾ ഇത്തിരി ഭക്ഷണം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതിലെല്ലാം വേർതിരിച്ച് അതിനെ പ്രവർത്തിപ്പിക്കുന്ന ആ വിശ്വനായകനെ കുറിച്ച് ഒന്ന് വിഭാവന ചെയ്തു നോക്കൂ. അത് അപാരമായ ശക്തിയോടും കഴിവുകളോടും കൂടിയതല്ലേ? അതല്ലേ നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നത്. അതാണ് നമ്മെ നടത്തുന്നതും ഇരുത്തുന്നതും ഉറക്കുന്നതും ഉണർത്തുന്നതും ഊട്ടുന്നതും ഉണ്ടതിനെ ദഹിപ്പിക്കുന്നതും എല്ലാം എല്ലാം എല്ലാം. അതിനെ നമ്മൾ ദൂരത്തല്ല കൊണ്ടുപോയി ആക്കേണ്ടത്. അത് ദൂരത്തല്ല ഇരിക്കുന്നത്, അത് ഏറ്റവും അടുത്താണ്. പക്ഷേ നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടതിൽ മയങ്ങി കാഴ്ചകൾ കണ്ട് ഇങ്ങനെ നിങ്ങൾ കാണേണ്ടതെങ്ങോ മറഞ്ഞു. ലക്ഷ്യം പുറത്തല്ലടുത്താണ്, അകത്താണ് അനശ്വരാത്മാനന്ദ വസ്തു. അനശ്വരമായിരിക്കുന്ന ആത്മാനന്ദ വസ്തു പുറത്തൊന്നുമല്ല, നമ്മുടെ അകത്ത് തന്നെ, നമ്മിൽ തന്നെ, തന്നിൽ താനായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ അറിവാണ് നമ്മൾ
നേടേണ്ടത്. ഇതിന് ദൂരത്തൊന്ന് നിന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, അവിടെ നിന്നും എടുത്ത് ഇവിടെ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല, അതില്ലാത്ത ഒരിടവുമില്ല. ഇത്തരത്തിൽ വേണം നമ്മൾ ആ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഈശ്വരനെ അറിയേണ്ടത്. ജാഗരാദികളിൽ തൈജസപ്രാജ്ഞരൂപമായി ക്രീഡിക്കുന്നൊരു നീ സർവ സാക്ഷിയാം ബ്രഹ്മമാണുകേൾ.